ഈവനിങ് ചായയുടെ കൂടെ ഒരു അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു കടി ഉണ്ടാക്കിയാലോ. അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, എന്നാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലും ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ചായക്കട്ടറ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഐറ്റം. അതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പിലെ മഞ്ഞ കളറിൽ മൂങ് ദാൽ, അതൊരു 3/4 കപ്പോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ടതിനെ വെള്ളം ഒഴിച്ച് കഴുകി ഒരു 20 മിനിറ്റോളം കുതിർക്കാൻ വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി അതിൽ വെള്ളമൊന്നും ചേർക്കാതെ നമ്മളൊരു മിക്സഡ് ബ്ലെൻഡറിലേക്ക് ഇടുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്, ഒരുപാട് വേണ്ട. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 2-3 പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഒരു ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു വലിയൊരു ഉള്ളിയും, കുറച്ച് മല്ലിയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് കോഴ്സായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ. 2-3 മിനിറ്റ് അരയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ അത് അരിഞ്ഞ് കിട്ടും. മൂങ് ദാൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. അതിനൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ മൂങ് ദാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബീറ്റ് ചെയ്തൊരു ഫീൽ വരും. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയൊക്കെ ഇട്ട് കിട്ടില്ലേ, ഇടിയപ്പപ്പൊടിയോ അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടിയോ എന്ത് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നന്നായി അതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നു പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എണ്ണ എന്നിട്ട് നന്നായി ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ചെറുതായി എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചമർച്ച് അങ്ങോട്ടിട്ട് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ കളറായി നന്നായി വെന്തതെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മാത്രമേ ഉള്ളിൽ വേവുള്ളൂ. നല്ല ടേസ്റ്റിയാണ്, നല്ല ആവശ്യത്തിന് ക്രിസ്പിയാണ്. ഇത് പുറമേ ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂങ് ദാൽ കൊണ്ടുള്ള ഒരു പക്കോടയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ.